ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന വലിയ ശക്തി നിറയപ്പെടുവാൻ കനിവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എല്ലാവരും ചേർന്ന് പാടാം. ഓ ദിവ്യമാ സ്നേഹമേ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായ ദൈവം ഇതാ നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ
ചെയ്യുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ നാഥന് പോലെ സമർപ്പിച്ചുകൊണ്ട് ഒരേ മനസ്സോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 നന്ദി, ആരാധന, മഹത്വം, ആരാധന, ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടും ബാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ദൈവിക പദ്ധതികളിലെ അതിൻ്റെ വിചിത്രമായ സാധ്യതകളെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരുടെ ഉടമ്പടി പ്രയോഗത്തിൽ വരുത്താനുള്ള അവരുടെ കഴിവിന് അനുപാതികമായിട്ട് ഇതിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശയവുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ? ഒരാശയവുമില്ല. പക്ഷേ ആശയം വരെ ദൈവം തരും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കടമാണ്, 2-3 കോടി കടമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വട്ടപൂജ്യമാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതെല്ലാം വിട്ടും വെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് സറണ്ടർ കർത്താവേ, നമ്മൾ കൈപൊക്കത്തില്ലേ അല്ലേ? യുദ്ധം നമ്മൾ ഈ പട്ടാളക്കാർ ഒരാളെ കീഴ്പ്പെടുത്തണമുമ്പ് അയാളുടെ നേരെ തോക്ക് ചൂണ്ടിയാൽ മറ്റയാൾ നിരായുധനാണെങ്കിൽ അയാൾ ഉടനെ കൈപൊക്കും അല്ലേ? അതുപോലെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില നിമിഷങ്ങൾ വരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില 0 hour ഉണ്ടാവും. നിയമസഭയിൽ മാത്രമല്ല 0 hour ഉണ്ടാകണത്. 0 സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒന്നിലും പ്രത്യാശ വെക്കണില്ല. പിന്നെ ഇതെല്ലാം കീഴി ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഈ ട്രയലെല്ലാം ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അപ്പം നമുക്ക് തോന്നും ആർക്ക് വേണ്ടിയാണ് ഞാൻ നേടിയത്, എല്ലാം അനുഭവിച്ചത് എൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. പക്ഷേ ഈ അണ്ണന്മാർ എന്നോട് കാണിക്കുന്ന ഒരു രീതി നോക്കാനാണെങ്കിൽ
എന്തിനാണ് വെറുതെ അധ്വാനിച്ച് കൂട്ടുന്നത്, എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന്. ഇത് ഈശോ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്. അതായത് എന്നെക്കാൾ ഉപരി ഈശോയെക്കാളും ഫസ്റ്റ് റെഫറൻസ് വസ്തുവിനെ വ്യക്തിക്ക് വന്നാൽ നമുക്ക് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യും, ഒരു ശൂന്യത. നിങ്ങൾക്ക് എന്തെങ്കിലും ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ പേരാണ് കർത്താവ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കൈ നെഞ്ചത്ത് വെച്ച് സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇടിമുഴകം പോലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടുക ആരാധന ജീവന്റെ തിരുഭോജ്യമേ തിരുവത്താഴമേശയിലെ സംവാരമേ തിരുവത്താഴമേശയിലെ സംവാരമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ മേശയിലെ സംവാരമേ തിരുവത്താഴമേശയിലെ സംവാരമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ശ്രുതികട്ടെ സന്തോഷത്തോടെ ഭാഷാപനം അറിയുന്നവരെ ഭാഷാപനത്തിൽ ശ്രുതിക്കട്ടെ. അങ്ങയുടെ ജനത്തെ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിയിരിക്കുന്ന
അങ്ങയുടെ മക്കളെ ഈ ആരാധനയിലൂടെ നീ കണ്ടുമുട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളില് ആത്മീയ ശക്തിയായി ജീവിത മേഖലകളില് നേർ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ എന്തിനാ ആരാധിക്കണത്? അത് ആരാധനയുടെ ഭാഷ എന്താ? ആരാധനയും സ്തുതിപ്പും പാടുമ്പോഴൊക്കെ നിനക്കും തോന്നണം, ദൈവത്തിനും തോന്നണം. എന്താണ് നിനക്ക് തോന്നേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിനും തോന്നണം, എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ, ഇതിനകത്ത് ഇത്രയും നാൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിൻ്റെ ആധ്യാത്മിക നില എന്തുമാകാം, നിൻ്റെ ജീവിത സാഹചര്യമോ മാനസികാവസ്ഥയോ പാപാവസ്ഥയോ എന്തുമാകാം, പക്ഷേ എപ്പോഴും എന്തായാലും ഒന്നാകാൻ പാടില്ല. ദാവീദ് പണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതാണ്. എന്തൊക്കെ എൻ്റെ സിറ്റുവേഷൻസ് ആയാലും ഒന്നാകാൻ പാടില്ല. എന്താണ് ആകാൻ പാടില്ലാത്തത്? അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുത്. ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ മോശമായ ഒരു ജീവിത പാപ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാവിധ അവസ്ഥകളും അയാൾ തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ ഹീസ് ക്ലെയിമിങ്, അതായത് അയാളുടെ ഒരു സ്നേഹമുണ്ട് ദൈവത്തോടുള്ള. എൻ്റെ മക്കളെ, മിനിമം ദി ലവ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിന് വേറെ ഒന്നും നിങ്ങൾക്ക് തന്നതോ നിങ്ങൾ കൊടുത്തതോ ഒന്നുമല്ല. വാട്ട് ഹി ഹാസ് ഗിവൺ അസ്, അവനെന്താണ് തന്നത് അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ തന്നതാണ്. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളോട് വസിക്കുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധന പാടം മാലാഖമാരുപ്പം ജീവന്റെ തിരുഭോജ്യമേ. തിരുവത്താഴ മേശയിൽ സമ്മാനമേ. തിരുവത്താഴ മേശയിൽ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. യേശുവിൻ്റെ അനുഭവം ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവത്തിൻ്റെ ആകത്തുക ഞാൻ മനസ്സിലാക്കിയത് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയണതാണ്. ശരീരം മുഴുവനും ഒരു വരഞ്ഞ് ഒരു കുറവിറച്ചിയായിട്ട് മുള്ളൊക്കെ തലയെ കുത്തിക്കയറ്റി ഇങ്ങനെ അർത്ഥനഗ്നനായിട്ട് ഇങ്ങനെ വിറകെ തൂങ്ങുമ്പോഴും അവസാനം പറയുന്ന വാക്കാണ് അപ്പായോട്, അപ്പാ ദിസ് ദ സിറ്റുവേഷൻസ്, ഇതാണ് എൻ്റെ അവസ്ഥ, സ്റ്റിൽ ഐ ലവ് യു. എന്താണ് അതിന് പകരം പറഞ്ഞ വാക്കുണ്ട്, അപ്പാ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ജീവന്റെ തിരുഭൂമി സന്തോഷത്തോടെ ആരാധന പാടം മാലാഖമാരുപ്പം ജീവന്റെ തിരുഭൂമി
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 19:30. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിന് മുമ്പ് അവനൊരു വാക്ക് പറഞ്ഞായിരുന്നു, അപ്പാ എലോയ് ലാമ സബക്താനി. അതും അവൻ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കാം അല്ലേ, നമ്മൾക്ക് സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നവരുടെ പേര് നമ്മൾ ദൈവത്തിന് നന്ദി നേരത്തെ പറഞ്ഞു കാണും. അയ്യോ ദൈവമേ നന്ദി, ഞാൻ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ കാല് മാറും. അപ്പോൾ നമ്മൾ നന്ദിയെല്ലാം തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുപ്പുകാരാണല്ല. എന്തെങ്കിലും ദൈവത്തെ കൊടുത്തു പോയെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും. എന്താ കാര്യം, തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ല, എന്നാലും നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മയും നിരാശയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് തോന്നും പണ്ട് പറഞ്ഞ നന്ദിയെല്ലാം ആൾ തിരിച്ചെടുത്തെന്ന് പറയും. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ആഴമായ ബന്ധം ഉറപ്പിക്കണ ഒരു പരിപാടിയാണ്. ഫയലിംഗ് എന്ന് പറയും നമ്മൾ ശരിക്കും അല്ലേ. ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ കെട്ടിടം പണിയണമെങ്കിൽ ഫയൽ താത്തണം അല്ലേ. 10 മീറ്റർ 20 മീറ്റർ. നിങ്ങൾക്ക് ചിലർക്കൊന്നും അത് പിടികിട്ടതില്ല. കാരണം ഈ കിഴക്ക് നാട്ടിലൊക്കെ അധികം ഫയലിടേണ്ട ആവശ്യമില്ല. അവിടെ പാറ നല്ല ഉറച്ച പാറയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫയലിങ് ഭയങ്കരമാണ്. കലവൂർ അത്രയും വരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ 19 മീറ്ററൊക്കെയാണ് തൂണിറക്കി കളയണത് ഒരു കെട്ടിടത്തിൻ്റെ. 19 മീറ്റർ ഭൂമിയുടെ അടിയിൽ പോകും. 10-30 ലക്ഷം രൂപ ചുമ്മാ തൂണിൻ്റെ ഭൂമിയുടെ അടി തന്നെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ തൂണുകളെല്ലാം ഇറക്കാൻ. അത് തന്നെ പാറയില്ല, മുട്ടണില്ല ഒരിടത്തും, ഇങ്ങനെ കുഴഞ്ഞ് ചെളി പോലെ കിടക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ ഇത് ഇറക്കി പോകും. ഇപ്പം എന്നെ സംബന്ധിച്ചാൽ അപ്പം നിങ്ങൾക്ക് ചോദിക്കും, എല്ലാവരുടെ ഹൃദയവും ഇതുപോലെയാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾക്ക് ചില നിലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. ഞാൻ എന്തിനാണെന്നറിയാവോ, നിങ്ങൾ ഇപ്പോഴും വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, കുടുംബത്തിൽ കലഹമാണ്, മകൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് പലരും. ചിലരെങ്കിലും അങ്ങനെ, ചിലർക്ക് ജോലിയില്ല, സാമ്പത്തിക കടവാണ്. ഞാനിതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ലല്ലോ. എന്താ കാര്യം, ഇത് ഓൾറെഡി, അതായത് ഇതിൻ്റെ അപ്പുറവും കർത്താവ് അത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ള, അത് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും അതൊന്നും ദൈവം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫയലും ഒന്നും നോക്കാതെയാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫയൽ അത് നിങ്ങളുടെ പഴയ കാല ജീവിതം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, അങ്ങനെ ഒന്ന് പഴയ എക്സസൈസൊക്കെ നോക്കാതെ ചുമ്മാ ഉടമ്പടിയിൽ ഒപ്പിട്ട് മാറുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പം ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ശരിക്കും. അല്ലെങ്കിൽ കൃപാസനം എന്നുള്ള പേര് തന്നെ കരുണയെന്നാണ് എൻ്റെ പേര്, യഥാർത്ഥ പേര്, സീറ്റ് ഓഫ് മെഴ്സി. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാരൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ
ഈ വെളിപാട് വരെയാണ് 582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോഴും നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ കിട്ടാത്ത വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIGയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്ത് പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അത് ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ, ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കണത്, അവർക്ക് MSc ആണ്. MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പോൾ BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പോൾ PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോഴേ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ല സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല, PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പിന്നെ അത് കുറച്ച് കണ്ണെന്ന് പറഞ്ഞു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ 1 കൊല്ലമേ ജീവിക്കത്തുള്ളെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3ാം നിര എൻ്റെ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണം വരെ. വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെറിറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെറിറ്റില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെറിറ്റില്ലെന്നൊക്കെയാണ് പറയണത് സ്റ്റാൻഡേർഡായിട്ട്.
ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല. അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അത് ഇനി ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ. 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സോ നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരമപിതാവിൻ്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, മലാഖമാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അപ്പോഴൊരു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത്. എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. 2nd സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? വിയന്നയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MScക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ വിയന്നയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD
ഡോക്ടർ തിസിനെ വിളിച്ച് കോൾഫർ ചെയ്തിരിക്കുകയാണ്. ഫുൾ, അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റൊന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി. പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും, നീ കൊടുക്കെന്ന് പറയും, നീ കൊടുക്കെന്ന് പറയും. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത്, ഒരു 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ? 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരിക്കൻ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു, സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്തില്ല. കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല, അത് കൊടുത്തില്ല. അവർ 3rd സെമ്മും കൊടുത്തു, പിന്നെ 4th സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച് വേറെ 2nd സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്ലേസ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ 2nd സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് വിട്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ല, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അത് വരണമല്ല. എന്താ കമ്പസ് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷായ എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണ വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടത്തടമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ദ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയായാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത്, എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്, എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും, അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫങ്ഷനിൽ പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷെ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും അസ്ഥിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഷാ ഫീലായെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും, എന്തോക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടിയിടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെ.
അപ്പം ചേച്ചിയും ഞാനും, ചേടത്തി അനിയത്തിയുമാണേ, അമ്മയും മരിച്ചു, ചേടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഗ്ലൂമിയായി ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവരെ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ, അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ് -, ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ്. ഈ ആൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഇന്ന് റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരൻറ്റീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരൻറ്റീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്. ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല. ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിള് തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ 3 പ്രാവശ്യം എഴുതും, 1000 പ്രാവശ്യം എഴുതുമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൈബിൾ തന്നിട്ട് എഴുതാനല്ല ദൈവം പറഞ്ഞത്, ബൈബിൾ തന്നിട്ട് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിൻ്റെ പുസ്തകത്തിന് ദൈവം ബൈബിളെന്നൊന്നും വിളിച്ചില്ല. നമ്മളിങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരങ്ങനെ വിളിച്ച പുസ്തകം അത്രയും അർത്ഥമുള്ളതിന്. ബൈബിളിന് ദൈവം വിളിച്ച പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ദാറ്റ് മീൻസ് അത് ദൈവം ചെയ്ത ഒരു കാര്യമാണ്. ബൈബിള് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബൈബിൾ ആർക്കും വേണേൽ പറയാം, പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയണത്. ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നത് കൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ വിശുദ്ധമായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അത് വായിച്ചോ, നീ അത് എഴുതിക്കോ എന്നൊന്നും അല്ല പറഞ്ഞത്. നീ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. വചനത്തിനെ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് മോശയാകുന്ന ചോക്ക് കൊണ്ട് എഴുതിയ സംഭവമാണിത്. എഴുതിയത് മോശമല്ല, ചോക്കണങ്ങേരി എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ എന്തിനാണ് എഴുതിയത്? നമ്മളും തിരിച്ചെഴുതുക വേണ്ടി എഴുതിയതല്ല.
ദൈവം എഴുതി തന്ന് എന്ന് ഞാൻ തിരിച്ച് ദൈവത്തിന് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചെഴുതാനുള്ള സാധനമല്ല ഇത്, ചെയ്യാനുള്ള സാധനമാണ്. ആദ്യകാലം മുതലേ ബൈബിള് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മോശ പോലും അതിനെ വിളിച്ചത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. 24-ാം അധ്യായം സംഖ്യ പുറപ്പാട് 24:7. ശ്രുതികട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 24:7. പുറപ്പാട് 24:7 വായിച്ചോളൂ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ഒന്ന് പറഞ്ഞേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. കൈയിടിച്ച് കർത്താവ് അപ്പൊ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഉടമ്പടി ഗ്രന്ഥമാണ് കൊടുക്കണത്. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് കൊടുത്ത് എന്താ പറയണത്? ഉടമ്പടി ഗ്രന്ഥം വായിച്ചു. എന്തിനാണ് വായിക്കണത്? ജനങ്ങളുടനെ മറുപടി പറയുന്നത് എന്താണ്? പുറപ്പാട് 24:7 എന്താ മറുപടി പറയണത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം പറഞ്ഞേ, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അല്ലാതെ കർത്താവ് പറഞ്ഞെല്ലാം തിരിച്ചങ്ങോട്ട് കർത്താവ് എഴുതി തന്നതെല്ലാം തിരിച്ചെഴുതുമെന്നല്ല പറഞ്ഞിരിക്കണം. എഴുതിക്കോ, പഠിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അത് ഉടമ്പടി എന്ന് പറയണത് അങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ ഞാൻ ഫുൾ ബൈബിൾ 3 പ്രാവശ്യം വായിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കഥയുമില്ല. ഒരു ബൈബിൾ 1 പ്രാവശ്യം വായിച്ചാലും മതി. പക്ഷെ ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? എഴുതാൻ വേണ്ടിയുള്ളതല്ല, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതെല്ലാം വായിക്കുക എഴുതുക എന്നുള്ള കാര്യത്തിലൂടെ അറിയുക എന്ന പ്രോസസ്സാണ് നടക്കുന്നത്, അല്ലേ? കർത്താവിനെ അറിയണേ എന്തിനാണ്? അറിഞ്ഞ് നമ്മൾ സ്നേഹിക്കും. ഏകസത്യദൈവമായി നിന്നെയും നീയേ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനാണ് ലക്ഷ്യം. അപ്പം ബൈബിൾ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? അറിവ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? അറിവ്. ഈ അറിവ് എന്തിനാ? ഏകസത്യദൈവമായി നിന്നെയും 17:3 യോഹന്നാൻ 17:3 ഏകസത്യമായ അവിടുത്തെയും അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മക്കൾ എഴുതിയാലും മക്കൾ വായിച്ചാലും അതിൻ്റെ ലക്ഷ്യം, ഒരു മാർഗമാണ്, അതൊരു ലക്ഷ്യമല്ല. മക്കളെ ബൈബിൾ എഴുതിയാലും മക്കളെ വായിച്ചാലും അതൊരു മാർഗമാണ്. ലക്ഷ്യമെന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് പറഞ്ഞൊരു വാക്കാണത്. അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൽ എന്തായിരിക്കണത്? നിത്യജീവനാണ്. നിത്യജീവനെ ഹോർഡർ ചെയ്യാതെ നിങ്ങൾക്ക് ബൈബിളിനെ സമീപിക്കാനോ കർത്താവിൻ്റെ വചനം ഉപയോഗിക്കാനോ മീനിങ് ഫുള്ളായിട്ട് പറ്റത്തില്ല. അതായത് ഉടമ്പടി ദൈവത്തെ കക്ഷി ചേർക്കുന്ന പ്രാർത്ഥനയാണ്. നിൻ്റെ ജീവിതാവസ്ഥകളിൽ നിനക്ക് അവശതയുണ്ട്, നിനക്കിത് പുൾ ഔട്ട് ചെയ്യാൻ നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നിനക്കാനുള്ള നിനക്ക് കലിബറില്ല എന്ന് വിചാരിച്ചാൽ ദൈവത്തിനെ കൂടി നീ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. ദൈവത്തിനെ നിൻ്റെ ജീവിത പ്രശ്നത്തിന് ഒരു കക്ഷിയാക്കണത് അങ്ങനെ ഒരു സംവിധാനം ഉടമ്പടി അല്ലാതെ ബൈബിളിലില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അറിയണം. 2 ദിനവൃത്താന്തം 34:30 2 ദിനവൃത്താന്തം 34:30 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 34:30 യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. കർത്താവിൻ്റെ ആലയത്തേക്ക് രാജാവും പ്രവാചകന്മാരും ന്യായാധിപന്മാരും
അവിടെയുള്ള എല്ലാ പ്രഭുക്കന്മാരും ജനങ്ങളോടുകൂടി ചെല്ലും. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്. എന്താ ചെന്നിരിക്കണത് പറഞ്ഞേ? ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ബൈബിള് കുറേ കാലത്തേക്ക് ഇവർ ഡിയാസ്പൊറയിലായിരുന്നല്ലോ. ഇവരെപ്പോഴും യുദ്ധവും ഓട്ടവും ജീവൻ പണയം വെച്ചുള്ള ജീവിതമായിരുന്നല്ലോ. അപ്പോഴും വൺസ് ഇവർക്ക് ആ ആധ്യാത്മിക ജീവിതമോ മതജീവിതമോ ഒക്കെ ഇല്ലാതെ ബൈബിൾ വരെ കൈമോശം വന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇത് തിരിച്ച് കണ്ടെത്താൻ ഇടയാക്കും. ബൈബിള് കണ്ടെത്തി ഉടമ്പടി പുസ്തകം എന്നാണ് പറയുക. ഉടമ്പടി പുസ്തകം കണ്ടെത്തി പറഞ്ഞാൽ ജനം വാവിട്ട് കരയും. അത് ഭയങ്കര ഒരു ഫീലാണ് ആ സംഭവം. കാര്യം കർത്താവ് ദൈവത്തിന് ലിങ്ക് കിട്ടിയ പോലെ ദൈവവുമായിട്ട്. എന്നിട്ട് രാജാവും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരും എല്ലാം കൂടി ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇടിച്ചു കയറുമ്പോൾ എന്നാ സംഭവിക്കണത് പറഞ്ഞോളൂ? ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിപ്പിച്ച് കേൾപ്പിച്ചു. രാജാവ് ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ഇപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ഉടമ്പടിയുടെ ഗ്രന്ഥമെന്നാണ്. ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. അടുത്ത വായിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും. അതെ, നോക്കിയ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ. ഇവിടെയാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയണത് നിങ്ങളത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കേവലമായ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ജനങ്ങളെ വായിച്ചു കഴിച്ചപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞിരിക്കണത് പറഞ്ഞേ? കർത്താവിനെ പിൻചൊല്ലുമെന്നും. ഒന്ന് പറഞ്ഞ കർത്താവിനെ പിൻചൊല്ലുമെന്നും. കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. അപ്പൊ രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്യാണ്. എന്താണ് ഉടമ്പടി ചെയ്യണത്? ദൈവം നൽകിയ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിച്ചുള്ള അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിലനിന്നുകൊള്ളാവുന്ന ഉടമ്പടി ചെയ്യുകയാണ്. കാരണം ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറ്റണത്? നിങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ്. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെദർ യു ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അത് ഡസൻ വെയ്ക്ക് എനിത്തിങ്. അതായത് നിങ്ങളിപ്പോഴും ക്രിസ്ത്യൻ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഉടമ്പടി വൺസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി 32-ാം സങ്കീർത്തനം എന്താ പറയണത് അല്ലേ? നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അതൊക്കെ വിഷം മാറുകയാണ്. കാര്യം ഇവിടെ എന്താ സംഭവം? ആ ചേച്ചി ടീച്ചറിൻ്റെ മകള് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൾക്ക് MSCയുടെ സെക്കൻഡ് സെം ഫെയിലാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടില്ലേ വിയന്ന കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അയച്ചു കൊടുത്തേക്കാം. പക്ഷെ അതുകൂടി അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് ഇനിയൊന്നും മോഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നീ PSC പഠിക്കാൻ പറഞ്ഞു. ടീച്ചർ മോൾക്ക് കൊടുത്ത ഉപദേശം നീ PSC പഠിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ PSC പഠിച്ച് ജോലി വാങ്ങിക്കി നാട്ടിലെവിടെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. അതായത് അവരുടെ ഫയൽ മൊത്തം അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഉപദേശമാണ്. പക്ഷേ ഉടമ്പടിക്കുള്ള പ്രശ്നം, നിങ്ങൾ എന്ത് ഉപദേശം കൊടുത്താലും നീ നടക്കേണ്ട വഴി സങ്കീർത്തനം 32:8 വാഗ്ദാനമല്ലേ? അത് വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ്? നിൻ്റെ കൂടെയുള്ള നിൻ്റെ ദൈവം. അപ്പോൾ ഉപദേശം വന്നിരിക്കണത് എന്താ? ഉപദേശം വന്നത്
പെട്ടെന്ന് ഇൻ്റർവ്യൂ റെഡിയാകാനാണ്. ഈ തോറ്റ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോഴേ, തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ MSc തോറ്റ സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോഴേ യൂണിവേഴ്സിറ്റി റെസ്പോൺസ് എന്താണ്? വേഗം ഇൻ്റർവ്യൂ റെഡിയാകാൻ. അപ്പോൾ ഇവർക്ക് പേടിയായി. കാര്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം വരുമല്ലോ, മെറിറ്റ് പ്രോബ്ലം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നോട്ട് ബൈ മെറിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ പറയണമെന്ന് ഓർക്കും. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ട്. എഫേസ്യസ് 2:8 ഒന്ന് വായിച്ചു കിടക്കുക. ശ്രുതി, അതാണ് ഇതിൻ്റെ ആണി വചനം എന്ന് പറയുന്നത്, ഉടമ്പടിയുടെ ഒരു വചനം. എല്ലാപ്പോഴും പറയുമോ അത്? ശ്രുതികട്ടെ ശ്രുതികട്ടെ. എഫേസ്യസ് 2:8 വിശ്വാസം വഴി ഒന്ന് പറഞ്ഞേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിറ്റ് എന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം? ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡ് അല്ലേ, MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്. ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റ് ഇല്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത്? ഇൻ്റർവ്യൂ റെഡിയാകാൻ. പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവൾ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്, നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അതിൽ ഞാൻ തപ്പിക്കളിക്കണം ചില സമയത്തൊക്കെ. എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അതെന്നെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാനത് പഠിച്ച് പറഞ്ഞതല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടണത്. അപ്പോൾ അവരുടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നു നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കണത്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കണ എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം ദൈവം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിൽ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്?
കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒക്കുക ഒത്തില്ലേ എന്നാ ചെയ്യും, എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളുണ്ട്. സാങ്കല്പിക ആശങ്കകൾ, ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പൊതുവെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്. മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹ്യമുണ്ട്. അതിലെ ഈ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, വ്യക്തികളുടെ ജീവിത നവീകരണത്തിന് ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാർ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഈ കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിട്ടെന്ന് വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്. മനുഷ്യൻ്റെ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിക്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിക്രി, ഗ്ലൗദിമെത്ത് സ്പെസ്, സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്. അത് തുടച്ച് മാറ്റപ്പെടും. അതല്ലേ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്. ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്. അവൻ ലോകത്തിന് വേണ്ടി ആഹൂതി ചെയ്തിട്ടാണ് രക്ഷ വന്നതെങ്കിൽ ഞങ്ങൾക്കും ആഹൂതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും, പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതാണ്. അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെയുള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തനത്തിന് 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ, അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണത്. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വെർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്. ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ മലയാളം, ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞതാ അത് തന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി, ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്, ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ നീ ഭയപ്പെടണ്ട. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കണതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഞാൻ വാഗ്ദാനം തന്നിട്ടില്ലേ? എന്താണ്? നീ ശക്തനായിരിക്കുക, ശക്തിയായിരിക്കുക, ധീരയായിരിക്കുക, നീ ഭയപ്പെടേണ്ടെന്ന. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓവർ ബോധഡ് ആകരുത്. അനുഗ്രഹത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ആശങ്കപ്പെടരുത്. ഉടമ്പടി ഏറ്റവും വലിയ അനുഗ്രഹം ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ മിനിമം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും. കാര്യം ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കൂടെയുള്ളവരാരാണ്? നമ്മുടെ കൂടെയുള്ളവരാരാണ്? മോസസിനോട് ആദ്യം ഉടമ്പടി ചെയ്യുമ്പോൾ മോസസിനെ കാണാൻ വേണ്ടി ദൈവം വരുമ്പോൾ ആദ്യം മോസസിനോട് പറയണത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമായിരിക്കേണ്ട ഒരു അവസ്ഥ വരണത്. നമ്മൾ പരിശുദ്ധമായിരിക്കേണ്ട അവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധിക്ക് സമയ ഷോർട്ടണിങ് നടത്താനുള്ള ഒരു കഴിവുണ്ട്. സമയച്ചുരുക്കം വരുത്താനുള്ള കഴിവ് നിങ്ങളുടെ വിശുദ്ധിക്കുണ്ട്. ആരെല്ലാം ബൈബിളിൽ വിശുദ്ധീകരിച്ചുണ്ടോ അവർക്കെല്ലാം സമയ ഷോർട്ടണിങ് സംഭവിച്ചിട്ടുണ്ട്. സക്കേബൂസ് വിശുദ്ധീകരിച്ചു തന്നെ ചെയ്ത അനീതിയെ എല്ലാം ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു, തന്നെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടുഡേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ അത് സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. സമയച്ചുരുക്കവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ സമയം ചുരുങ്ങണില്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആന്തരികമായിട്ട് ഒരു ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ വിശുദ്ധ നിലവാരം എങ്ങനെയുണ്ട്? വാക്ക്, പ്രവൃത്തി, വിചാരങ്ങൾ, പിന്നെ സമർപ്പണ രീതികൾ എവിടെയില്ല. അപ്പോൾ നിങ്ങളോർക്കും വിശുദ്ധി കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങിക്കാമോ എന്നല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പ്രീ റിക്വസിറ്റാണത്. അതാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. പിന്നെന്താണ്? അത് 17:1 ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വചനമാണ്.
ഉൽപ്പത്തി 17:1 റീഡിറ്റ്. ശ്രുതികട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, എൻ്റെ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവകാശമായി കിട്ടിയവർക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്ന്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. രണ്ടാമത്തേത് എന്താണ്? കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവളായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു കുറ്റം കാണരുത്. കർത്താവ് കുറ്റം വിധിക്കാത്തവനാണ് ഭാഗ്യവാൻ. നിങ്ങളെ കുറ്റം വിധിക്കാത്തതല്ല പ്രശ്നം. കർത്താവ് കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ നിൻ്റെ സഹോദരന് നിന്നോട് ഒരു കെറിവ്, ദേഷ്യം ഉണ്ടെന്ന് നീ കണ്ടാൽ, കാഴ്ചവെച്ച വസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി അവനോട് പോയി അനുരഞ്ജനപ്പെടാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യം? നിൻ്റെ മുമ്പിൽ കുറ്റമില്ലല്ലോ. നിൻ്റെ മുമ്പിൽ നോക്കിയാൽ കുറ്റമില്ലത്. എന്താ കാര്യം? അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ഞാനെന്തിനാ ചെയ്യാനാണ്? പക്ഷേ കർത്താവ് പറയണത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണവനാണ് ഭാഗ്യവാൻ. നിൻ്റെ മുമ്പിൽ നീ ചിലപ്പോൾ കുറ്റമറ്റ ആളായിരിക്കും, നീ ചെയ്യുന്ന തെറ്റില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കർത്താവ് കുറ്റം വിധിക്കാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. റീഡിറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചീടാം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ഭാഗ്യവതി എന്ന് കർത്താവ് എന്ന് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്തൊരാളാണ് അമ്മ. അപ്പം നിങ്ങളോർക്കും നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരെയും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചത് കൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ. പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസമെങ്കിൽ ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ? അർത്ഥത്തെ കൂപ്പ് നിൽക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം, ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്. നമ്മളിപ്പോൾ ബൈക്കിൽ പോവാണ്, ഇവിടെ ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുടിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്, ബൈക്ക് വാങ്ങിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വാങ്ങിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി. അവൻ്റെ അടുത്ത് പത്രാസ് കാണിക്കാൻ, പത്രാസല്ലേ, അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ ബൈക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കൊക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിനറിയാം.
ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ട ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ് 8:4 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിന്ന് അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചെറിയ ആൾക്കാരെ പ്രസവിക്കാൻ നടക്കണേ എന്തിനാണെന്ന് അറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് 2 പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ല, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൊണ്ട് വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവല്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ? മത്തായി 5:20 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ 5:23 നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മറ്റുള്ളവരോട് സഹോദരങ്ങളോട് രമ്യപ്പെടുക. അത് നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി. എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല. ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല, നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്. ശ്രുതികട. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണത് എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും. കാര്യം തോറ്റ സർട്ടിഫിക്കറ്റല്ലേ കയ്യിരിക്കണത്. പിന്നെ എങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യം ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും. യു ആർ പാസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ
കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റ കൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റ കൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ഈസ് എ ടീച്ചർ, ഈസ് ഡൂയിങ് സി ജീസസ്. നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണം നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും. പക്ഷേ എന്താ അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും. കവാടത്തിലിട്ടും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാൻ നീ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്. കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും. ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയൊക്കെ മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും. അവരിവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തലങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്നത്തരം കൊണ്ട് ഏറ്റു പറയും. ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവിടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉടമ്പടിയിൽ പാക്കേജുണ്ട്. കാര്യം എന്താണ്? ഭയം ഉണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല, ആരാണ് വന്നെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലുമില്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചറ് ഈ കവാടത്തിങ്കൽ പ്രഖ്യാപിക്കുകയാണ്. ശരിക്കും എന്താ പറയണത്? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്കത് സർട്ടിഫിക്കറ്റ് തരും. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നത് നമ്മൾ, പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്.
യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒത്തിരി. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മളെ യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? പരീക്ഷണങ്ങളുണ്ടാകും. അതാണ് അനേകം കഷ്ടപ്പാടുകളിലൂടെ ഉറച്ചു നിൽക്കണമെന്നും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. വെളിപാട് 3:10. വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപാട് 3:10 ഒരു വചനമാണ് ഇപ്പോൾ കർത്താവ് തന്നത്. എന്താ വചനം? ഒന്ന് വചനം വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ഏറ്റു പ്രാർത്ഥിച്ച്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 8552 വാഗ്ദാനങ്ങൾ ഒന്നാണിത്. എന്താണ്? സകല ഭൂവാസികളെയും പരീക്ഷിക്കപ്പെടും. പക്ഷേ പരീക്ഷണ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോമിസ് എന്താണ്? ഒന്നിന് പറഞ്ഞോളൂ. പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടേ. ജോലിയായാലും കടമായാലും ഇനി ഗവൺമെൻറ് ഡോക്ടർ നോക്കിയിട്ട് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് പറഞ്ഞാലും ചിട്ടിക്കാരൻ വന്ന് വെച്ചും ജപ്തിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഗ്ദാനമുണ്ട്. എന്താണ്? പരീക്ഷണങ്ങളുടെ സമയത്ത് ഭൂവാസികൾക്ക് എല്ലാം പരീക്ഷ ഉണ്ടാവുമല്ലോ. അല്ല, എല്ലാ മനുഷ്യർക്കില്ല പരീക്ഷ. അതാണ് ഈ പറയണത്. വെളിപ്പാട് 3:10 ഒന്നിന് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി എന്ന് പറഞ്ഞ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ല? അത് വാഗ്ദാനമാണ്. നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഈ വാഗ്ദാനത്തിൽ നമ്മൾ അവകാശികളാകുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന്, പല വ്യത്യാസങ്ങളുണ്ടായാലും ഒന്നിതാണ്. അതായത് ഉടമ്പടി വാഗ്ദാനങ്ങളെ നമ്മൾ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പരീക്ഷണങ്ങളുടെ സാധാരണ എല്ലാ മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ പരീക്ഷണം ഉണ്ടാകുമ്പോഴും നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടൊന്നുമല്ല വാക്ക് തന്നിരിക്കണത്. ആണോ? നെവർ നോട്ട്. പിന്നെന്താ സംഭവിച്ചിരിക്കണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഉറ്റവർ മരിച്ചാൽ, ഉടയവർ പിരിഞ്ഞു പോയാൽ, നീ വിധവയായാൽ, അല്ലെങ്കിൽ നീ സിംഗിളായിപ്പോയാൽ എല്ലാത്തിനും കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. നിന്നെ നിലനിർത്താൻ വേണ്ടി കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. അതുകൊണ്ടാണ് നീ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയണത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ജോഷുവായെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ പിതാക്കന്മാരെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. അത് ശക്തിപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിലും ആ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അനപേക്ഷണീയമായ യോജിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ അവകാശികളായി മാറുകയാണ്. ആ അവകാശം ഗ്യാരണ്ടി ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ SLCയെ പാസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അതിൻ്റെ അർത്ഥം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്, SS ബുക്ക് പാസ് എന്ന് എഴുതിയിട്ടില്ലേ? താഴെ എഴുതിയിരിക്കണത് എന്താണ്? നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആണെന്നാണ്. എന്നിട്ട് എത്ര ശതമാനം പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടി? അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പാസ്സെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൺട്രോളർ എക്സാമിന് നമുക്ക് ഒപ്പിട്ട് തരുന്നുണ്ട്. പക്ഷേ ഒപ്പിട്ട് തന്നാലും നമുക്ക് സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഇവിടെ മത്സരമാണ്, നമ്മളെക്കാൾ കേമന്മാർ കയറിപ്പോകും. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യണ കേമത്വത്തിലല്ല, കർത്താവിൻ്റെ കൃപയിലാണ്. ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നും പറഞ്ഞ് മൈഗ്രേഷൻ്റെ എല്ലാ പേപ്പറുകളും വാങ്ങിക്കും, കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ 5-10 ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, 5 ടേബിളിലായിരിക്കും പേപ്പറെല്ലാം, അല്ലേ? സൂപ്രണ്ട് തൊട്ട് പിയൂൺ വരെ ഡയറക്ടർ വരെ ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും. അപ്പോഴേ നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ അതിന് ടൈം എടുക്കും, അതിൻ്റെ മുറ പോലെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ടേബിളിലുള്ള ആളായിരിക്കും ഒപ്പിട്ട് തരേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ അങ്ങനെ ലീവിലായിരിക്കും, അതിന് പകരം ആളെ വെച്ച് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും പറയുകയാണ്, എല്ലാ പേപ്പറും കൊണ്ട് ഈശോയെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ, തന്നെയല്ല ജയിച്ച സർട്ടിഫിക്കറ്റ് തരണം. അത് കർത്താവ് തരുമെന്നുള്ളത് ഇവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അതാണ് രസം. ഇതിനകത്ത് എൻ്റെ പ്രോബ്ലം എന്ന് പറയണത് ഈ ഉടമ്പടിയിലെ പ്രസൻസ് ഒരു പ്രോബ്ലമാണ് എപ്പോഴും. അതെപ്പോഴും നിങ്ങൾ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത വളരെ ക്ലിയർ കട്ട് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു പ്രോമിസാണ് ദ പ്രസൻസ്. അതായത് കൃത്യമായിട്ട് ഐ വിൽ കം വിത്ത് യു. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ പറയും, കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലാണിത് വർക്ക് ചെയ്യണത്. അതായത് 33:14, ജോഷുവ 1:9, പുറപ്പാട് 33:14, ജോഷുവ 1:9 എന്താ പറയണത്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. എവിടെ പോയി? യൂണിവേഴ്സിറ്റിയിലല്ല, ഏത് സ്റ്റേബിളിൽ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ബൈ പേഴ്സൺ ഉണ്ടാകും. എന്നിട്ട് ടീച്ചർ ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോഴേ ജയിക്കുക മാത്രമല്ല 30 മാർക്ക് കൂടുതലാണ്. അച്ഛൻ എന്താ ഹൈലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നൊരു വഴി കണ്ടില്ലേ, ഇല്ലേ? ഇവരുടെ അമ്മയുടെ മരണത്തോടു കൂടി ഇവർ ഡൗൺ 0- നിന്ന് ഇവർ പതുക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പതുക്കെ അതിനിടയ്ക്ക് ഓരോ അനുഗ്രഹത്തിന് മുമ്പും ഒരു ടെൻഷൻ ഉണ്ടാകും. അതെങ്ങനെയാണ്? എപ്പോഴും അങ്ങനെയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവികമായ എല്ലാ ഇടപെടലിൻ്റെ മുമ്പും നമ്മൾ ഭയങ്കര സംഘർഷത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ഞാൻ പണ്ട് പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ പോകുമെങ്കിൽ ചില ധ്യാനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് ആ ധ്യാനസ്ഥലം വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു അച്ഛൻ, ഞാനാണ് ലോകം മാറ്റാത്ത ഒരാളാണ്. അതിപ്പോൾ അമ്പിളിയൊക്കെ വിട്ടിട്ടുണ്ട്. അമ്പിളിയുടെയൊക്കെ 12 ടവലൊക്കെയാണ്. അമ്പിളി പണ്ട് പോലെ എൻ്റെ കൂടെ ഉള്ളതാണ്, 10-30 കൊല്ലം മുമ്പുള്ള. അപ്പോൾ അന്ന് ഞാനിവിടെ നിന്ന് ആലപ്പുഴ നിന്ന് എറണാകുളം വരെ ചതിച്ച് ബന്ദ് ദിവസമാണ്. എറണാകുളം വരെ ചതിച്ച്, പക്ഷേ അന്ന് ബന്ദ് ദിവസമാണ്. കാരണം ഒരു ദിവസം നാരങ്ങ വെള്ളം പോലും കിട്ടത്തില്ല. ഞങ്ങളുടെ വണ്ടിയിലുള്ള വെള്ളം കൊണ്ടൊക്കെ മുഖം തീർന്ന് പിടിച്ച് മുഖം കഴിയും തീർന്ന്. ഓരോരുത്തരായിട്ട് അവസാനം എൻ്റെ ടവല് തീർന്ന് വഴിയെ അവിടെ കിട്ടിയവരുടെ ടവലൊക്കെ വാങ്ങിച്ച് മുഖം തുടച്ച് അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഡെഡ് ബോഡിയായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അപ്പോഴുടനെ ഞാൻ അവിടെ ചെന്ന് പറയണ്ടേ, എത്ര ദിവസം മുമ്പ് ഒരുക്കണ ധ്യാനമാണ് അവർ. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ധ്യാനം ഇവരൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളവിടെ ചെന്ന്. പക്ഷേ നമ്മളീ പൊക്കിയെടുത്തിട്ട് വരത്തില്ല, ആംബുലൻസിൽ നിന്ന് കൊണ്ടുവരത്തില്ലേ, എടുത്തുകൊണ്ട് പറഞ്ഞ പോലെ എന്നെ കൊണ്ടില്ലണത്. പിന്നെ ഞാൻ ഒരു മുറി പോയി കിടന്ന്. പക്ഷേ ഈ സമയമൊക്കെ എല്ലാം ഞങ്ങൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതാ ടൈം ഓഫ് ട്രയലാണത്. ആ സമയത്തെല്ലാം ഞാനും കൂടെയുള്ളവരും ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഛർദിൽ നിന്ന് എനിക്കാണ് ഭയങ്കര ചുരുക്കമുള്ള ആളാണ്. വണ്ടി കയറി അപ്പം തന്നെ കുടുങ്ങി അപ്പം ഛർദിക്കും. ഇപ്പോഴൊക്കെ അല്പം കൺട്രോളാണെന്നേ ഉള്ളത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിന് ചെല്ലുമ്പോൾ ആവതില്ല, നമുക്ക് ശബ്ദം പുറത്ത് വരണ്ടേ. അപ്പോൾ ഈ എന്താ നടക്കണം? ഒന്നും നടക്കത്തില്ല. പക്ഷെ ഒന്നും നടക്കാത്തപ്പോൾ ഒരു കാര്യം നടക്കണം മക്കളെ, പ്രാർത്ഥന നടക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഞാൻ വന്നൊരു വഴിയാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ പറഞ്ഞു എന്നെ ഒന്നും കിടത്തി എവിടെയും കിടത്താൻ പറഞ്ഞു കൊണ്ടുപോയി. അപ്പോൾ എവിടെ എന്നെ കൊണ്ടുപോയി ഒരു കട്ടിലിട്ട് കിടത്തി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി.
തളർന്നു പോയിട്ടാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ കഴിച്ചതെല്ലാം ഛർദ്ദിച്ച് പോയില്ല. പിന്നെ ശരീരത്തിൻ്റെ ഡീഹൈഡ്രേഷനുമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി, പക്ഷേ ഈ ചേച്ചിമാരെല്ലാം കൂടി ഓടി ആൾത്താരെ കയറി. ആ ബലക്കെ ചെല്ലാനും പള്ളി അന്ന് ഇവിടെ അങ്ങനെ എറണാകുളം ചുറ്റി തോപ്പടി ചുറ്റി വരണം എറണാകുളത്തേക്ക് ചെല്ലാനത്തേക്ക്. ചേച്ചിമാരെല്ലാം കൂടി ഇട്ടിച്ചതല്ലേ ആൾത്താരെ കയറിയിട്ട് സക്രാരിയെ കിടന്ന് കർത്താവെ അച്ഛന് ശക്തി കൊടുക്കണമെന്ന്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആൾത്താരിൽ അങ്ങനെ ആരും കയറത്തില്ലല്ലോ, പക്ഷേ ആ സിറ്റുവേഷൻ അതാ. ധ്യാനത്തിൽ 4000 പേരെ വരും. അപ്പം തന്നെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഫില്ലായി, അവിടെ ഗ്രൗണ്ട് ഫില്ലായി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞാനിത് അല്പം ഒന്ന് ഓക്കെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിലിട്ട് വരാതെ ഞാൻ പതുക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് ഇവർ സ്തുതിക്കണ സമയത്ത് സ്റ്റേജിൽ നിൽക്കണവർക്കുണ്ട് നിന്ന് പെട്ടെന്ന് കർത്താവ് ഒരു ദർശനം തരും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജിൻ്റെ വടക്ക് വശത്ത് പടിഞ്ഞാറ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അയാളുടെ വൈഫ് തിരിച്ചു വരും, സ്വീകരിക്കാൻ കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 4000 പേരല്ലേ ഉള്ളത്. അന്ന് ഇടിപെട്ട മെസ്സേജും അതുപോലെ അഭിഷേകവും നടന്നൊരു ദിവസമാണത്. എനിക്ക് പിന്നെയാണ് ഞാൻ പിന്നെ സ്ഥലം മാറി അവിടുന്ന് ധ്യാനമെല്ലാം കഴിഞ്ഞ് രാത്രി പോകുന്ന വേറെ ഇടവകയിൽ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ടെത്തി പറഞ്ഞു, അച്ഛാ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നെ അറിയോ? ഞാൻ അറിയത്തില്ല, ആദ്യം കാണുകയാണ്. അച്ഛനാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങളെ രക്ഷിച്ചാ? എന്താ പുള്ളി പറയണമെന്നറിയാമോ? പുള്ളിക്കാരൻ ഗൾഫിൽ പോയി ജോലി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി വൈഫിന് കൊടുത്തു. വൈഫ് ആ കാശ് പുള്ളിക്കാരത്തിയുടെ സംബന്ധക്കാരന് കൊടുത്തു. 12 കൊല്ലമായിട്ടേ പോരെ, ഒരു കൊല്ലമല്ലേ. ഇയാൾ 12 കൊല്ലത്തെ ജോലിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഒരു വീടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? കാശ് വൈഫിൻ്റെ കയ്യിലില്ല. ഇവർ തമ്മിൽ ചോദിച്ചു. അയാളെ ഈ വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും പോലെ വൈദ്യൻ കൽപ്പിച്ചതും പോലെന്ന് പറഞ്ഞ് 2 അടി കിട്ടുക എന്നുള്ളതായിരുന്നു അവരുദ്ദേശിച്ചത്. ആ അടി അവർ മേടിച്ച് അവരപ്പത്തിന് സൂട്ട് കേസും കൊണ്ടു പോവുകയും ചെയ്തു. അവർ പോയി, അവരെ പിന്നെ കണ്ടില്ല. അവർ ആ മറ്റേ ഇയാളുടെ പൈസ എല്ലാം എടുത്ത് മറ്റവനെ കൊടുത്തായിരുന്നല്ല, അവൻ്റെ ഇവിടെ ഒളിച്ചോടി. അപ്പോൾ ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇയാളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവൻ്റെ അമ്മയെടുത്ത് വന്ന് പറയും, അമ്മേ അവളെ കാണാനില്ല, കാശും കാണാനില്ലെന്ന് പറയും. അപ്പോൾ ഇവിടെ മരപ്പെട്ടി നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യനെ കിട്ടിയപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചൊരു കക്ഷിയാണ്. ചിലക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റുക. ഭാര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ ഉപേക്ഷിക്കും. ഡൈവേഴ്സ് അവിടെയാണ് ആദ്യം സംഭവിക്കുന്നത്. പിന്നെ അതായത് ആദ്യം ഡൈവേഴ്സ് സംഭവിക്കണം മാതാപിതാക്കന്മാരോട് ഡൈവേഴ്സാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. മണ്ടത്തകളൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ആരുമായിട്ടും ഡൈവേഴ്സ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല. ഇപ്പോൾ ഡൈവേഴ്സ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ത് ആണെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറയുമ്പോൾ തന്നെ ഡൈവേഴ്സ് ചെയ്യരുന്നല്ലേ എൻ്റെ അടുത്ത മാതാപിതാക്കന്മാരെ. അപ്പോൾ ഇയാളുടെ സങ്കടം കാരണം ഇയാൾ വന്ന് പെങ്ങളോട് പറയണം. പെങ്ങളോട് പറയുമ്പോൾ പെങ്ങളും പണിയാണ്. ഇവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. പെങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. എന്നിട്ട് ആ പൊട്ടൻ ശുദ്ധഗതിക്കാരൻ ഉള്ള കാശെല്ലാം അവർക്ക് കൊടുത്ത്. ഇപ്പോൾ പെങ്ങളെന്താ പറയണത്? നീ പോയി കെട്ടി തൂങ്ങണമെന്ന് പറഞ്ഞ് അവർക്ക് വിറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാര്യയും പോയി, അമ്മയും പോയി, പെങ്ങളും പോയില്ലേ. ഈ മനുഷ്യൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടി അരൂര് പോയി കായലിൽ ചാടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. എവിടെ? ഈ എറണാകുളത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനും ഛർദിലും കൂടി അടിച്ചതിലിരണത്. എന്നെ ഇവർ പിടിച്ചിറക്കുകയല്ലേ. പിടിച്ചിറക്കുമ്പോൾ പുള്ളിക്കാരൻ പറയണത്, അപ്പോൾ ഞാൻ അവശനായിട്ട് കക്ഷത്ത് കൈയിട്ടാണല്ലോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്. ഇറങ്ങുമ്പോൾ അയാൾ പറയണത് അയാളെ ഞാൻ നോക്കിയെന്നാണ്. ആരെ നോക്കാം, എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് അയാൾ പറയണതേ ഒരു മിന്നൽ പായണ പോലെ തോന്നി വെച്ചാ. ഞാൻ പിന്നെ ഓടി. വണ്ടി 6:30 വരണത്. ഒരു വണ്ടി ബന്ധു തിരണ 6 മണിക്കാണ്. 6:30 വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് അരൂര് പോയി ചാടാൻ പോകുകയാണ് കായലിൽ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ധ്യാനത്തിൽ കൂടാവുന്ന. അങ്ങനെ ആ പാവപ്പെട്ടവൻ ആ പെട്ടെന്നുള്ളൊരു ഇതിൽ പോയി ധ്യാനത്ത് നിന്നപ്പോഴാണ് അവൻ്റെ പേര് പറയണത്. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അവൻ ആത്മഹത്യ ചെയ്യരുതെന്ന് കർത്താവ് പറയണം. അവൻ്റെ വൈഫ് തിരിച്ചു വരും, അവളെ സ്വീകരിക്കാൻ ഈശോ പറയണമെന്ന്. ഈ പറയണ സമയത്ത് തന്നെ ഈ മനുഷ്യനെ
വേറെ അന്യപുരുഷൻ്റെ കൂടെ പോയ വൈഫിനെ സ്വീകരിക്കാനുള്ള അഭിഷേകം കർത്താവ് കൊടുത്തു. ഇത്ര അഭിഷേകമാണ്. നമുക്ക് കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 1000 പ്രാവശ്യം ഇവിടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. നമ്മൾ അത്രയ്ക്ക് വലുതാണ്. നിൻ്റെ വൈഫ് പോയാലും, നിൻ്റെ ജീവിത പങ്കാളി പോയാലും, നിൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും കർത്താവിന് സ്വന്തമായിട്ട് ആരോ പോയ പോലെ തോന്നും. നിൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കും. ഈ 4000 പേരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ മാത്രം ട്രേസ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് നിൻ്റെ ദൈവം. അതാണ്. കൈയിടിച്ച് കർത്താവ് നീ തന്ന നന്മകൾ കുരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ തന്ന നന്മകൾ കുരായിരം നന്ദി. അതുപോലെ 2 ആഴ്ച കർത്താവ് പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. ആ മനുഷ്യൻ കർത്താവ് പറഞ്ഞ പോലെ അവളെ സ്വീകരിച്ചു. സന്തോഷത്തോടെ ജീവിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരണത്. എല്ലാ മുറിവുകളും ആ ഒറ്റ ധ്യാനത്തിൽ കർത്താവ് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്, ഒരു കൗൺസിലും ഇല്ലാതെ. എൻ്റെ ദൈവവേദലെ, നിനക്ക് എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഉറ്റവരിൽ നിന്ന് ഉടയവരിൽ നിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അഭിഷേകം ചെയ്യാനും അതിനെ എല്ലാം അതിജീവിക്കാനും നിന്നെ നിലനിർത്താനും പോകുന്നവനാണ് നിന്റെ ദൈവം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെയും എൻ്റെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ ഭാരങ്ങളോട് കൂടി, എല്ലാ കഴിവുകളോടും കൂടി, എല്ലാ സങ്കടങ്ങളോടും കൂടി ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ട സമയമാണിത്. ശ്വാസകോശങ്ങളിൽ രോഗമുള്ളവർക്ക് നെഞ്ചത്ത് കൈവെക്കാം. യേശുനാമത്തിലാണ് കൈകൾ വെക്കണമെന്ന് കർത്താവിനോട് നീ ഏറ്റു പറഞ്ഞിരിക്കണം. ആകാശത്തിനും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ തൊണ്ട വേദനയുള്ളവർക്കും സിസ്റ്റുള്ളവർക്കും ഗ്ലോയിറ്ററിൻ്റെ അസുഖമുള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും തൊണ്ടയിൽ കൈവെക്കാം. വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണ് തലയിലോ കണ്ണിലോ മൂക്കിലോ സെൻസേഷൻ ഇല്ലാത്തവർക്ക്, കാഴ്ച കുറവുള്ളവർക്ക്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, അവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണമാണ് ചെല്ലേണ്ടത്. അടിവയറ്റ് വേദനയുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, പാൻക്രിയാസിൽ കല്ലുള്ളവർ, വീർപ്പുള്ളവർ, കരളിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ആഘാതമുള്ളവർ എല്ലാം ആ സ്ഥലത്ത് കൈവെക്കുക. ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർ കൈ സ്വസ്തിക പോലെ എടുത്ത് കൈവയ്ക്കണം. 5-6 രോഗങ്ങളുള്ളവരില്ലേ, അവർക്ക് പൂർണ്ണമായ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കണം. കർത്താവിന് ശക്തി നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. കർത്താവേ, ശക്തി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവെ 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കർത്താവെ കൃപാസമൽത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, മാരകരോഗികൾ, തീരാവ്യാധികള് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ സൗഖ്യമാകട്ടെ എന്ന് പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിസർപ്പ രോഗികള്, ത്വക്ക് അലർജിയുള്ളവര്, അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി ക്ഷയിക്കുന്നവര്, സോറിയാസിന്റെ രോഗമുള്ളവര്, വേരിക്കോസ് രോഗികള്, തലമുടി കൊഴിയുന്നവര്, തലയിൽ സിസ്റ്റുള്ളവര്, പിൻകഴുത്തിൽ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്, ഉള്ള മക്കൾ നടക്കാത്തവര്, സംസാരിക്കാത്തവര്, ഓട്ടിസം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭത്തിൽ കുഴപ്പങ്ങളുള്ളവര്, കുഞ്ഞിന് വളർച്ചയില്ലാത്തവര്, കുഞ്ഞെത്രയും പുറത്തോട്ട് വന്നിട്ട് ലിക്വിഡ് ഫ്ലൂയിഡായിട്ട് പോകുന്നവര്, കിടപ്പ് രോഗികളായിട്ടുള്ള ഗർഭിണികളെ എല്ലാവരും സ്പർശിക്കണമേ കർത്താവേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള്, മൂത്രാശയ രോഗികള്, മക്കളില്ലാത്തവര്, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ, വൈദാഖാനം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. കൃപാസാൽത്താരെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. വാദരോഗങ്ങളെ സുഖപ്പെടുത്തണമേ, അപസ്മാര രോഗങ്ങളെ സുഖപ്പെടുത്തണമേ, കാൽ പൊട്ടിയിരിക്കുന്നവരെയും ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ രക്തത്തെ കഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ജോലിയില്ലാത്തവർ, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവര്, ഇന്റർവ്യൂവിലേക്ക് പോകുന്നവര്, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം വേറെ ഒന്നും വരാത്തവര്, പണമടച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കമ്പനിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കയ്യിരിക്കുന്ന പണവും പോയി ജോലിയുമില്ലാതെ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാതെ മനസ്സ് കുഴങ്ങുന്നവര്, കിഡ്നി രോഗികളെയും കൂടി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സ്, ദൈവവിളിയിൽ പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനെ ഈശോ കാണിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം കാതുകൾ ബധിരമായി പോയവരെ കാണിക്കുന്നുണ്ട്. അവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ അകപ്പെട്ടിരിക്കുന്നവര്, അത് തിരിച്ചടക്കാൻ മാർഗമില്ലാതിരിക്കുന്നവര്, വസ്തു വിൽക്കാൻ പറ്റാത്തവര്, വാങ്ങിക്കാൻ പറ്റാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, പരീക്ഷ എഴുതാനിരിക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റിനും പോകുന്നവർ, ജോലിക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർ, ഭവനത്തിൽ കലഹങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, പല മയക്കുമരുന്നിനും പലതരത്തിലുള്ള രഹസ്യമായ ബന്ധങ്ങൾക്കും അടിപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ നിരാശ അനുഭവിച്ച് ഭാരം അനുഭവിക്കുന്നവർ, ഓരോരോ തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ജയിലിലായി പോയവർ, വിസ ബ്ലോക്കായി പോയവർ, പാസ്പോർട്ട് വിത്ത് ഹെൽഡായി പോയവർ, എല്ലാ സാങ്കേതികമായ ദുരിതങ്ങളെ വിഷമിക്കുന്നവരെ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്തവർ, അതിനുള്ള തടസ്സങ്ങളുള്ളവർ, പഠനത്തിന് തടസ്സമുള്ളവർ,
അവരുടെ ഓരോരോ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മാർഗമില്ലാത്ത എല്ലാം കെട്ടിക്കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഓരോ നിമിഷം അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈ നെഞ്ചത്ത് വെച്ച്, രണ്ട് കൈയും നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കണം. യാത്രയ്ക്ക് ഒരുമ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഫയലുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ കെട്ടിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ പേപ്പറുകൾ ഓരോ തരത്തിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എമർജൻസി ആയിട്ട് രേഖകൾ കിട്ടാതെ വിഷമിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാരുടെ മർക്കടം മുട്ടിയും കടുംപിടുത്തവും വട്ടം ചവിട്ടും കാരണം അവരുടെ ജീവിതത്തിൽ മൂവ്മെന്റ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അരികിൽ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏജ് ഓവറായതുകൊണ്ട് തടസ്സമുള്ള വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾ കാരണം വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തടസ്സമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ തടസ്സങ്ങളെ ഈശോ എടുത്തു മാറ്റട്ടെ. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ജപ്തി നടപടി നേരിടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഉടനെ പേപ്പറിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലമുകളിലെയും കാട്ടിലെയും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് കിട്ടിയ സ്ഥലം വിറ്റുമാറ്റാനും പറ്റാത്ത വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയിൽ പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും വിഷമിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞവരുണ്ട്. വാടകയ്ക്ക് വീട് തിരക്ക് നടക്കുന്നവരുണ്ട്. വാടക കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. പൈസ കിട്ടാത്തവരുണ്ട്. അത് കേസായവരുണ്ട്. പല മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പല കാരണങ്ങളും നിന്ന് പോയവർ, കോവിഡിന് ശേഷം ഒരു തൊഴിലും ഗുണം പിടിക്കാതിരിക്കുന്നവർ, വരുമാനം എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസാനത്തെ ഒരുപിടി കാശുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അമ്മേ, പരിശുദ്ധ അമ്മേ, അവരുടെ കൈകളിൽ അമ്മ കൂടി പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീട് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉള്ള വീട് ഉറഞ്ഞു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്ഥലം മാറി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി കിട്ടാൻ വേണ്ടി ജോലി കിട്ടിയിട്ട് മാത്രമേ കാര്യങ്ങളിൽ നീക്കപ്പോക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിവാഹം ഇല്ലാത്തവർക്ക് വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുടേ
നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. കൈകൾ കൂപ്പി ആദരവോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കണം. ഇപ്പോഴേ നിങ്ങളുടെ കാര്യം അമ്മ അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നീര് കെട്ടിയ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ശരീരത്തിൽ ചില അവയവങ്ങൾ കൂടുതലായിട്ട് വളരുന്നത്, ചില അവയവങ്ങൾ സൂക്ഷിച്ചു പോകുന്നത്, ചില അവയവങ്ങൾക്ക് ക്യാൻസർ പിടിച്ച് ചെറുതാകുന്നത്, എല്ലാം കർത്താവ് രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒലിപ്പ് രോഗങ്ങൾ, മൂക്കിൽ നിന്നൊഴുക്കുന്നവർ, രക്തസ്രാവങ്ങൾ, മുത്തമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കാലിൽ നീതി കെട്ടിക്കിടക്കുന്നവർ, എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നടുവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ കസ്റ്റേജുകൾ വിട്ടിരിക്കുന്നവരെ, മുട്ടിൻ്റെ ലിഗമെൻ്റ് പോയിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ശത്രുക്കട്ടെ, കർത്താവിന് ശത്രുക്കട്ടെ. അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. മാരക രോഗികളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണേ, ഒരുമിച്ച് പാടുക. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മൗനമായി പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. മൗനമായിട്ട് നമ്മുടെ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ Ave Maria, Ave